ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പൗര ലീല പല്ലൂണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ്റെ സ്നേഹിതൻ മുസ്തഫ സാഹിബ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നമ്മുടെ മാനേജറും കൂടിയായ ലിയാഖത്ത് അലി സാഹിബ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായ കൊണ്ടണത്ത് റഷീദ് സാഹിബ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാബിർ സാഹിബ്, റസീന, റീന ടീച്ചർ, മറ്റു എൻ്റെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഹബീബ, മറ്റു പ്രിയപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ നമ്മുടെ ക്ലബ്ബ് ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ സാഹിബ്, മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ഡോക്ടർ, അതിലൊക്കെ ഉപരിയായി ഈ സന്ധ്യാനേരത്ത് ഇവിടെ തടിച്ചുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാർ, നീണ്ട 33 വർഷത്തെ തൻ്റെ അധ്യാപന ജീവിതത്തിന് വിരാമം കുറിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അമ്പിളി ടീച്ചർ നമ്മുടെ കലാലയത്തിൻ്റെ പടിയിറങ്ങുകയാണ്. ഒരു അധ്യാപകനെ അല്ലെങ്കിൽ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റ്, അവരുടെ ആസ്തി എന്ന് പറയുന്നത് സത്യത്തിൽ അവർ പഠിപ്പിച്ചു വിട്ട മക്കളാണ്. തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ശിഷ്ടകാല ജീവിതത്തിൽ ഓർത്തെടുക്കാൻ ഒരുപാട് നന്മയുടെ കാര്യങ്ങളുണ്ടാകും. നമ്മുടെ അമ്പിളി ടീച്ചറെ കുറിച്ച് കൂടുതൽ ധാരാളമായി നമുക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ മക്കളെയൊക്കെ അമ്പിളി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ സൗമ്യമായി തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിക്കുക, അധ്യാപനം നടത്തുക, അത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യുക എന്ന അടിസ്ഥാനപരമായ തത്വം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപിക പടിയിറങ്ങുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കലാലയത്തെ സംബന്ധിച്ചിടത്തോളം സൗമ്യതയുള്ള എന്നാൽ തൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്ന ഒരു അധ്യാപിക പടിയിറങ്ങുന്നത് കലാലയത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടം തന്നെയാണ്. പക്ഷേ സർവീസ് ആകുമ്പോൾ പടിയിറങ്ങുക, റിട്ടയർമെൻറ്റ് ചെയ്യുക, പെൻഷൻ പറ്റുക എന്നതൊക്കെ സ്വാഭാവിക പ്രവണതയാണ്. സർക്കാർ സർവീസിലാകുമ്പോൾ ട്രാൻസ്ഫറും പെൻഷനും സ്വാഭാവിക പ്രവണതയാണ്. നമ്മുടെ എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ടാണ് ട്രാൻസ്ഫർ ഇല്ലാത്തത്. ഏതായിരുന്നാലും അമ്പിളി ടീച്ചർ നമ്മുടെ കലാലയത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. നമ്മുടെ കലാലയത്തിൻ്റെ എല്ലാ വിഷയങ്ങളും, പാഠ്യേതര വിഷയങ്ങളെല്ലാം സജീവമായി നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ ടീച്ചർ. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നതിൽ നമ്മുടെ തങ്ങൾ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജി അവർകളും, അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ അസുരി സാഹിബൊക്കെ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചില പ്രയാസങ്ങൾ നേരിട്ടതിനാലാണ് അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്. ഇന്ന് നമ്മുടെ തങ്ങൾ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ നേരത്തെ തന്നെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ശിഷ്ടകാല ജീവിതം, നമ്മുടെ ടീച്ചറുടെ ശിഷ്ടകാല ജീവിതം ഭാസുരമായി തീരട്ടെ. ഇനിയും സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും നന്മകൾ ചെയ്യാൻ, അക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകാൻ ഇനിയും അവർക്ക് ദീർഘകാലം സർവേശ്വരൻ ആരോഗ്യവും ദീർഘായുസ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കലാലയം 65 വർഷം പിന്നിട്ട് 66ാമത്തെ വർഷത്തെ നിറവിലാണ് നാം നിൽക്കുന്നത്. ഒരു ഇരുമ്പുചോല എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു അക്ഷര വെളിച്ചത്തിൻ്റെ സ്ഥാപനം പ്രവർത്തിച്ച് ഇന്ന് ഈ നിലയിലെത്തി. സന്തോഷമുണ്ട്. നമ്മുടെ ഗ്രാമത്തിൻ്റെ സ്ഥാപനമാണ്. നമ്മുടെ നാടിൻ്റെ സ്ഥാപനമാണ്. ഒരു കലാലയം എന്ന് പറയുന്നത് ആ നാടിൻ്റെ സ്ഥാപനം. ഞാൻ എപ്പോഴും പറയുന്ന നമ്മുടെ നാടിൻ്റെ സ്ഥാപനം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ പരിപാടിയൊക്കെ നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ്. ഇവിടെ ടീച്ചർ പടിയിറങ്ങുന്നു എന്നത് ഒരു സ്വാഭാവിക പ്രവണതയായി നമ്മൾ എടുത്താൽ നമ്മുടെ കലാലയം 66 വർഷം പിന്നിട്ടു എന്നത് അത് വിജയകരമായി. ഇപ്പോൾ ഇവിടെ ടീച്ചർ പറഞ്ഞു ഒരുപാട് നേട്ടങ്ങൾ. ഈ വേങ്ങര ഉപജില്ലയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കാവുന്ന ഒരു UP സ്കൂൾ എന്ന നിലയിലും മുൻപന്തിയിൽ നിൽക്കാവുന്ന ഒരു കലാലയമായി നമ്മുടെ കലാലയം മാറി. ഒരു UP സ്കൂൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ കലാലയത്തിലെ വളരെ നിർജ്ജരായ വീടില്ലാത്ത ഒരു 2 മക്കൾക്ക് നമ്മളൊരു വീട് നിർമ്മിക്കുക പോലും ചെയ്തു. നിർമ്മിച്ച് നൽകി നമ്മുടെ വിദ്യാർത്ഥികൾ ചില്ലറ തൊട്ടുകൾ സമാഹരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മളൊരു വീട് നിർമ്മിച്ച് നൽകുക പോലും ചെയ്തു.
അത്രത്തോളം സാമൂഹ്യ കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് പാഠ്യേതര വിഷയം അക്കാദമിക കാര്യങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസം, അക്ഷരം പഠിക്കുക അല്ലെങ്കിൽ പഠിക്കുക, ആ പുസ്തകത്താളുകൾ മറിച്ച് പഠിക്കുക എന്ന് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് തെളിയിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളും നമ്മുടെ കലാലയം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വായിച്ച ലിസ്റ്റ് ഫുട്ബോൾ മത്സരത്തിലാവട്ടെ, ക്വിസ് മത്സരത്തിലാവട്ടെ, ഗാന്ധി ദർശന മത്സരങ്ങളിലാവട്ടെ, ശാസ്ത്രമേളകളിലാവട്ടെ, കലോത്സവങ്ങളിലാവട്ടെ ഒക്കെ നമ്മുടെ കലാലയം ഏറെ മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഈ നില തുടരാനും ഇനിയും ഉന്നതികൾ കൈവരിക്കാനും നമ്മുടെ കലാലയത്തിന് സാധിക്കട്ടെ. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, അവരെ ഓർക്കാതിരിക്കാനും പറയാതിരിക്കാനും പറ്റില്ല. അധ്യാപക സുഹൃത്ത് നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കലാലയത്തിലെ കുട്ടികൾ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അധ്യാപകന്മാരുടെ ഒക്കെ വളരെ ധാരാളം അധ്വാനമുണ്ട്. ആ അധ്വാനത്തെ നമ്മൾ ചെറുതായി കണ്ടുകൂടാ. അവരുടെയൊക്കെ നമുക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. നമ്മുടെ കലാലയം ഇനിയും ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ടീച്ചർക്ക്, അമ്പിളി ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേർക്കുന്നു. ശിഷ്ടകാല ജീവിതന്മാരുടെ ഭാവി ജീവിതം ഭാസുരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മൻസൂർ കോയ തങ്ങൾ അവരുടെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.